ബ്രെയിൻ ട്യൂമർ ഒരാൾക്ക് വരുമ്പോൾ അയാൾക്കുണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും കഠിനമായ തലവേദന, ഛർദി, അപസ്മാരം, കൈകാലുകളിലേക്കുള്ള തരിപ്പ്, ഏതെങ്കിലും ഒരു വശത്തുള്ള കൈകാലുകളിലേക്കുള്ള ബലക്കുറവ്, ഓർമ്മക്കുറവ്, സ്വഭാവത്തിൽ വ്യത്യാസം, കാഴ്ചക്കുറവ്, കേൾവിക്കുറവ് എന്നിവയൊക്കെയാണ്. ഈ രോഗലക്ഷണങ്ങൾ തലച്ചോറിൽ ട്യൂമർ എവിടെ സ്ഥിതി ചെയ്യുന്നത് എന്നനുസരിച്ചായിരിക്കും പ്രകടമാവുന്നത്. ബ്രെയിൻ ട്യൂമറുകളെ നമുക്ക് എങ്ങനെ കണ്ടെത്താം അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? നേരത്തെ പറഞ്ഞ രോഗലക്ഷണങ്ങളുമുള്ളൊരു രോഗി നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ, നമ്മളൊരു ബ്രെയിൻ ട്യൂമർ അവരിൽ സംശയിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യമായിട്ട് അവരുടെ തലയുടെ ഒരു സ്കാൻ ചെയ്യുക എന്നുള്ളതാണ്. 2 തരത്തിലുള്ള സ്കാനുകളാണ് നമുക്കിതിനകത്ത് ചെയ്യാനുള്ളത്. ഒന്ന് CT സ്കാൻ, 2 MRI സ്കാൻ. തലച്ചോറിൻ്റെ മുഴകൾ അല്ലെങ്കിൽ ബ്രെയിൻ ട്യൂമറുകൾ കണ്ടുപിടിക്കാൻ ഏറ്റവും അധികം നമ്മളെ സഹായിക്കുന്നത് ഒരു MRI സ്കാൻ തന്നെയാണ്. ക്യാൻസർ പോലുള്ള മുഴകളും ക്യാൻസർ അല്ലാത്ത മുഴകളും തിരിച്ചറിയാനും, അല്ലെങ്കിൽ തലച്ചോറിലെ മുഴകളുടെ ചില പ്രത്യേക ഫീച്ചറുകൾ, ചില പ്രത്യേക കാര്യങ്ങൾ കണ്ടുപിടിക്കാനും തിരിച്ചറിയാനും ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് MRI സ്കാനുകളാണ്. അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനവും ഈ ട്യൂമറും തമ്മിൽ എന്തൊക്കെ ബന്ധമുണ്ട്, എങ്ങനെ കണക്റ്റഡ് ആയിരിക്കുന്നു, ഇതെല്ലാം തിരിച്ചറിയാൻ നമ്മളെ കൂടുതൽ സഹായിക്കുന്നത് MRI സ്കാനാണ്. CT സ്കാൻ പലപ്പോഴും നമ്മളെ സഹായിക്കുന്നത് തലയോട്ടിയിൽ നിന്നുള്ള മുഴകൾക്ക് അല്ലെങ്കിൽ എല്ലുമായി ബന്ധപ്പെട്ടുള്ള മുഴകൾക്കാണ് കൂടുതൽ നമ്മളെ സഹായിക്കുന്നത്.